കറുപ്പയ്യൻ, കറുപ്പുസ്വാമി അഥവാ കറുപ്പ് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് പലർക്കും പുള്ളീനെ പറ്റി വലിയൊരു അറിവില്ല. നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്ന് പറയുന്ന പടത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കറുപ്പ് എന്ന പേര് ഇപ്പോൾ ട്രെൻഡായി വന്നതും നിങ്ങളുടെ ക്യൂരിയോസിറ്റി പിടിച്ചതും. കറുപ്പുസ്വാമി എന്ന് പറയുന്നത് ഒരു കാവൽ ദൈവമാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അഷ്ടദിക്പാലകർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഏകദേശം അതേപോലത്തെ ഒരു ദൈവമാണ് കറുപ്പുസ്വാമി. കറുപ്പുസ്വാമിയുടെ കോവിലൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബോർഡർ സൈഡിൽ പാലക്കാട്, ഇടുക്കി അങ്ങനത്തെ സൈഡിലുണ്ട്. അപ്പോൾ പുള്ളിയുടെ കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. മെയിനായിട്ട് 3 കഥകളാണുള്ളത്. ആ 3ഉം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വളരെ പണ്ട് നമ്മളിവിടെ രാജാക്കന്മാരായിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രാത്രി കഴിഞ്ഞാൽ അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഗ്രാമങ്ങളിലൊക്കെ ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കൊള്ളയടിക്കാൻ ആൾക്കാർ വരാം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. സോ അവിടെ കുറച്ച് ആൾക്കാരെ നമ്മുടെ രാജാക്കന്മാർ നിയമിച്ചു, ഒരു പോലീസിൻ്റെ പോലെ. അങ്ങനെ ചുമ്മാ പോണ ഒരാളെയും പിടിച്ച് ഇങ്ങനെ ആക്കില്ല. ഇവരൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഭയങ്കര വിജിലൻറ്റും ആയിരിക്കും. എല്ലാം അതേപടി നോക്കുക, എന്തെങ്കിലും ഒരു ഡൈവേർഷൻ തോന്നി അപ്പം തന്നെ കയറി അങ്ങോട്ട് വിട്ട് അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ വേറൊരു വലിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ലോയലാണ്. അവരുടെ ആ ഒരു സ്ഥലത്തിനോട്, അവിടുത്തെ ആൾക്കാരോട് വളരെ ലോയലാണ്. ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരിലുള്ള ഒരാളായിരുന്നു കറുപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ കറുപ്പിൻ്റെ ഏരിയയിൽ വലിയൊരു പ്രശ്നം വന്നു. അവിടെ ആ ടൈമിൽ റെയിൻഫാൾ കുറവായിരുന്നു, അത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വിളവ് വളരെ കുറവായിരുന്നു. അതിൻ്റെ അന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷിയാണല്ലോ. അപ്പോൾ കൃഷി കുറഞ്ഞ ആ കൊല്ലം മിക്കവരും പട്ടിണിയാണ്. എന്നിട്ടും അവിടെ ഉള്ള എല്ലാവരും ആ കിട്ടിയ വിളവ് വെച്ച് കുറച്ച് എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞു. പക്ഷേ അതിൽ 1-2 പേർക്ക് ചില കുരുട്ട് ബുദ്ധികൾ തോന്നി. അവർക്ക് അവരുടെ ഫാമിലിക്ക് കിട്ടിയത് ഭയങ്കര കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ ഇവർക്കൊരു ഐഡിയ തോന്നി, തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ പോയിട്ട് കൊള്ളയടിക്കാമല്ലോ എന്ന്. അങ്ങനെ അവർ അപ്പുറത്തെ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടുത്തെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ അടിച്ച് ഓടിച്ച് വിട്ടു. അങ്ങനെ അവർക്ക് ഒരു വഴിയില്ലാതെ ഇനി എന്ത് ചെയ്യുന്നിരിക്കുമ്പോൾ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കട്ടെടുത്താലോ എന്നൊരു ഐഡിയ വന്നു. അങ്ങനെ ആ ഒരു ഫാമിലി അവർ ബാക്കി കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അത് കക്കാൻ പോയി. പക്ഷേ ആ ടൈമിൽ കറുപ്പ് ഇത് കണ്ടു. പക്ഷെ കറുപ്പിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് കക്കാനൊന്നും വന്നതല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഇവർ കൊല്ലാൻ നോക്കി. പിന്നെ അവിടെ ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത്. ആ ഫാമിലിയിലത്തെ കുറേ പേരെ കറുപ്പ് കൊല്ലും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അവസാനം പക്ഷേ കറുപ്പിനെ അവർ കൊന്നു കളയും. അവർ ആ ധാന്യവും കാര്യങ്ങളൊക്കെ കൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ കുറച്ച് നാളിനുള്ളിൽ തന്നെ ഈ ഫാമിലിയിലത്തെ പലരും ഇതുപോലെ ഓരോരോ വലിയ അസുഖങ്ങൾ വന്ന് മരിക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിലുള്ളവർക്ക് ഓൾറെഡി വിളവ് ഭയങ്കര കുറവായിരുന്നു. അവർക്ക് ഭക്ഷണത്തിന് അങ്ങനെ വേണ്ട ധാന്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വഴി കൂടെ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ സഞ്ചാരികൾ ഉണ്ടാവും. ആ ടൈമിലൊക്കെ അവർ ഒരുപാട് ദൂരത്തേക്കൊക്കെ പോകും. അപ്പോൾ അവരുടെ കയ്യിൽ സപ്ലൈസ് ഉണ്ടാവും, ഇതുപോലത്തെ ഓരോ വിളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭക്ഷണത്തിനുള്ളത്. അവർ ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ ഭക്ഷണ ധാന്യങ്ങളൊക്കെ ദാനം ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ അവിടെ കൊള്ളയടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ നാച്ചുറലായിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നടന്നപ്പോൾ ആൾക്കാർ വിശ്വസിച്ചു കറുപ്പ് ഇപ്പോഴും ജീവനോടെയുണ്ട്. അങ്ങനെയാണ് കറുപ്പുസ്വാമിയായത് എന്നതാണ് ഫസ്റ്റത്തെ കഥ. പിന്നെ കറുപ്പുസ്വാമിയുടെ ആരാധനയും വേറൊരു ടൈപ്പിലാണ്. നമ്മുടെ ഇവിടെ വിഷ്ണുമായ കുട്ടിച്ചാത്തനെയൊക്കെ ഒരു സേവിക്കുന്ന ഒരു രീതിയിലാണ് അവിടെ കറുപ്പുസ്വാമി. പക്ഷേ വേറൊരു ടൈപ്പാണ്. കറുപ്പുസ്വാമിക്ക് വേണ്ടി നമുക്ക് ആൽക്കഹോൾ കൊടുക്കാം, ചുരുട്ട് കൊടുക്കാം, അങ്ങനെ ചിലവരൊക്കെ സിഗരറ്റൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അരിവാളൊക്കെ അവർ ചെയ്തു കൊടുക്കാറുണ്ട്, അവരൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതായത് അരിവാൾ ചെയ്തു കൊടുത്താൽ ആ ഒരു അരിവാൾ വെച്ച് നമ്മളുടെ ഫാമിലീനെ നമ്മളെയൊക്കെ കറുപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഒരു വിശ്വാസം. പിന്നെ കറുപ്പുസ്വാമിയുടെ അടുത്ത് നമ്മൾ സാധാരണ ദൈവങ്ങളുടെ അടുത്ത് ചെയ്യുന്ന പോലെ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചാൽ മതി, തരും. നമ്മുടെയൊക്കെ ഒരു മൂത്ത കാരണവരായിട്ടോ അങ്ങനെ ഒരു വലിയൊരു ചേട്ടനായിട്ടോ ഒക്കെ കണ്ടാൽ മതി പുള്ളീനെ. അങ്ങനെയാണ് അവരുടെ തമിഴ്നാട്ടിലൊക്കെ ഒരു മൈൻഡ് സെറ്റ് പരിപാടി. ഇനി രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ ഇതുപോലെ ഒരു പുഴയ്ക്കൂടെ ഒരു ദിവസം ഒരു വിഗ്രഹം ഇങ്ങനെ ഒഴുകി വരെയാണ്. അത് അവരുടെ നാട്ടിൽ വന്ന് അപ്പോൾ പല ആൾക്കാരും അവിടുത്തെ നാട്ടുകാരിൽ പലരും ഇങ്ങനെ ഇത് പിന്നെ ഒഴുക്കി കളയാം അങ്ങനെ പറയുന്നു. പിന്നെ ചിലവരൊക്കെ ഈ ഒരു വിഗ്രഹം നമുക്ക് വേണം, നമ്മൾ ആരാധിക്കണം, ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നൊരു വിഗ്രഹമാണ് എന്നും പറഞ്ഞു നിൽക്കുന്നു. ആ ഒരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഈ നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പഞ്ചായത്തൊക്കെ കൂടി അവിടെ അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്ത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്വാമിമാരുണ്ടല്ലോ, ഒരുപാട് വിഗ്രഹങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതിനി വേണ്ടാന്നും പറഞ്ഞ് അവർ പിന്നെയും ഈ വിഗ്രഹം എടുത്തുകൊണ്ട് ആ പുഴയിൽ ഒഴുക്കി.
പിന്നെ ആ നാടിന് കുറച്ച് വർഷങ്ങൾക്ക് ഭയങ്കര സമ്പൽ സമൃദ്ധിയാണ്. അതായത് പെട്ടെന്ന് നല്ല വിളവ് കിട്ടുന്നു, ഓരോ സീസണും നല്ല വിളവ് കിട്ടുന്നു, ഒരു പ്രശ്നവും ഇല്ല, ആവശ്യത്തിന് മഴ കിട്ടുന്നു. അങ്ങനെ അവിടുത്തെ ആൾക്കാരുടെ എല്ലാവരുടെയും ആ ഒരു ലൈഫ് ഭയങ്കര ബെറ്റർ ആവുകയാണ്. അപ്പൊ അവർ വിചാരിച്ചു അന്ന് ആ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം കൊണ്ടുപോയി ഒഴുക്കിയതുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്, അത് ഉണ്ടായിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയേനെന്ന്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ആ പുഴയിൽ ഒരു പയ്യൻ കുളിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് ആ ഒരു സംഭവം കാണുന്നത്. കറുപ്പുസ്വാമിയുടെ ആ ഒരു വിഗ്രഹം എവിടെയും പോയിട്ടില്ല. അവരെവിടെ ഇട്ടോ അവിടെ തന്നെ ആ മണ്ണിൽ, അതായത് പുഴയുടെ അടിയിൽ ചെളി ഉണ്ടാവും, അവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ അവിടുത്തെ വില്ലേജേഴ്സ് ഒക്കെ ഇത് റിയലൈസ് ചെയ്യാണ്, അതായത് കറുപ്പുസ്വാമി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ സമ്പൽ സമൃദ്ധിയൊക്കെ വന്നതെന്ന്. അങ്ങനെ അവർ ആ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് പോയിട്ട് കറുപ്പുസ്വാമിയായിട്ട് ആരാധിക്കുകയാണ്. ഇതാണ് വേറൊരു വേർഷൻ ഓഫ് സ്റ്റോറി. പിന്നെ ഇത് സൂര്യയുടെ കറുപ്പായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ഈ ട്രെയിലറും ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് സൂര്യയുടെ മേത്ത് കറുപ്പുസ്വാമി കയറുന്നത് പോലെയാണ്. അതായത് ഫൈറ്റൊക്കെ ഒരുമാതിരി ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പുള്ളി ഒരു ചവിട്ടൊക്കെ ചവിട്ടുമ്പോൾ ഒരു ഇതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ പക്ക വിജയ് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഈ സംഭവം വർക്കൗട്ട് ആവാൻ വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നും പറയാം, പുള്ളിയും ഇതിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ വെളിച്ചപ്പാടുകളൊക്കെ ഇല്ലേ, അതായത് അവർ തുള്ളുന്ന ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് അവരൊരു ആ ഒരു ദൈവം ശരിക്കും, ആ ഒരു ദേവി ശരിക്കും അവരുടെ മേത്ത് കയറും. ആ ദേവിയോടൊപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മുടെ കഷ്ടതകൾ, കാര്യങ്ങൾ അങ്ങനെ ഒക്കെ പറയാം. അതുപോലത്തെ ഒരു സിമിലർ സംഭവം നമ്മുടെ ഇവിടെയുണ്ട്. നമ്മുടെ കറുപ്പുസ്വാമിയുടെ ഏതോ ഒരു ഇതുപോലത്തെ ഒരു പ്രത്യേക ദിവസം അവിടുത്തെ ശാന്തിക്കാരോ അങ്ങനെ ആരോ ഇതുപോലെ ഉറഞ്ഞു തുള്ളും, ഇതുപോലെ കറുപ്പുസ്വാമി മേത്ത് കയറിയിട്ട്. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കഷ്ടങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറുപ്പുസ്വാമി അത് കേട്ട് നമ്മുടെ കഷ്ടപ്പാടുകളും ഇതൊക്കെ മാറ്റുമെന്നാണ് ഒരു വിശ്വാസം. നമ്മുടെ സിമിലർ വെളിച്ചപ്പാട് കോൺസെപ്റ്റ് പോലെ തന്നെ അതും ആ ടൈമിൽ നമുക്ക് ഈ ചുരുട്ടും മദ്യവും ഒക്കെ കൊടുക്കാം, പുള്ളീനെ ഒരു പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതേ സംഭവമാണ് നമ്മുടെ ഇവിടെ സൂര്യയ്ക്കും ഉള്ളതെന്ന് തോന്നുന്നു. കാരണം കറുപ്പൻ അതൊരു പ്രത്യേക ടൈമിലല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലത്തെ ആവശ്യമുള്ള സമയത്ത് പൊസസ് ആവുന്ന പോലെയാണ് എനിക്ക് ഈ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഇനി അടുത്ത വെർഷൻ ഒരു ടെമ്പിളിനെ ബേസ് ചെയ്തിട്ട് ആണ്. നമ്മുടെ കറുപ്പുസ്വാമിയുടെ ഒരു ടെമ്പിൾ ഉണ്ട്, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ട് തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ. 18 പടി ടെമ്പിൾ എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വിഗ്രഹമോ കാര്യങ്ങളോ ഒന്നുമില്ല, 18 പടി മാത്രമാണ് അവർ ആരാധിക്കുന്നത്. അവിടെ പോയി നോക്കിയാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ കഥ തുടങ്ങുന്നത്, ആ ഒരു ലെജൻഡ് തുടങ്ങുന്നത് അതിൻ്റെ തൊട്ടുപുറകിലാണ്. അതിൻ്റെ തൊട്ടുപുറകിൽ അളകർ കോവിൽ എന്ന് പറയുന്ന ഒരു കോവിലുണ്ട്. ആ അമ്പലത്തിലെ വിഗ്രഹവും പണമൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി വലിയ നമ്പർ ഓഫ് ഒരു കൊള്ളക്കാരങ്ങോട്ട് വന്ന് അവിടെ ആക്രമിച്ചു. അപ്പോൾ ആ അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ ഒരു 18 പടിയുണ്ട്. ആ 18 പടിയും കടന്നിട്ട് വേണം പോവാൻ. പക്ഷെ അതിന് ആ ടൈമിൽ കാവലായിരുന്നു കറുപ്പ്. നമ്മൾ ഈ ലിയോയിലും ധീരയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വലിയൊരു ഫൈറ്റ് അവർ തമ്മിൽ ഉണ്ടാവുകയാണ്, 1 vs 100 ആ ഒരു ടൈപ്പ്. ആ വന്ന കൊള്ളക്കാരെ എല്ലാവരെയും പുള്ളി കൊല്ലുകയും അവസാനം കറുപ്പ് ഈ ഫൈറ്റിൻ്റെ ഒക്കെ ഒരു റിസൾട്ടായിട്ട് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കറുപ്പുസ്വാമീനെ അവിടെയാണ് അടക്കിയത് എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു 18 പടിയുടെ മുമ്പിൽ നിന്ന് പുള്ളി ചെയ്ത ആ ഒരു ധീരകൃത്യത്തിനെ ആരാധിക്കുന്നതാണ് ആ 18 പടികളെ. நம்ம அன்பான ஃபேன்ஸ்க்காக